കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണു എന്നുള്ളതായിരുന്നു പോയ മണിക്കൂറിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും അതേസമയം തന്നെ അത് ആശ്വാസത്തിന് വഴിമാറുകയും ചെയ്തൊരു വാർത്ത. ആശ്വാസത്തിന് വഴിമാറി എന്ന് പറയാനുള്ള കാരണം അതിനുള്ളിൽ ഒരുപക്ഷെ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരുപാട് ആളുകൾ അതിനുള്ളിൽ ഉണ്ടാകുമോ എന്ന സ്വാഭാവികമായ ആശങ്ക ഉണ്ടാകുമായിരുന്നിടത്തു നിന്നും അതിൽ ആൾക്കാരില്ല എന്ന ആശ്വാസത്തിലേക്കാണ് അത് വഴിമാറിയത്. അതിന് കാരണം അത് അടച്ചിട്ടിരുന്ന ബിൽഡിംഗ് ആയിരുന്നു എന്ന് പറയുന്നു. അടച്ചിട്ടിരുന്ന ബിൽഡിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ പോലും കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ പ്രധാനപ്പെട്ട ആയിരങ്ങൾ വരുന്നു പോകുന്ന ഒരു ആശുപത്രിയുടെ പ്രധാന ഭാഗമായി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ഏതാണ്ട് കമ്പ് നിലംപൊത്തി 3 നില കെട്ടിടമാണോ, 3 നിലയാണോ 2 നിലയാണോ അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അവിടെ നിലംപൊത്തി കിടക്കുന്നത്. വലിയ സ്ഫോടക ശബ്ദത്തോടു കൂടി അത് താഴേക്ക് വീണു എന്നുള്ളതാണ് ഒരു ദൃക്സാക്ഷി അനിൽകുമാർ പറഞ്ഞത്. രാവിലെ അല്പസമയം ഒരു 11 മണിയോടെയാണ്, അധികം വൈകാതെ തന്നെ ടോബി ആ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചു. ആദ്യ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞാണ് സത്യം പറഞ്ഞാൽ അപ്പോഴും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പൊളിഞ്ഞു വീണു എന്ന് പറയുമ്പോൾ പോലും അതിനുള്ളിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നതിനെ പറ്റി വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ടോബി അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കാണ് അവിടുത്തെ പ്രതികരണങ്ങൾ അത് അടച്ചിട്ടിരുന്ന ബിൽഡിംഗ് ആണെന്നും ഉണ്ടായിരുന്നത് 2 പേരാണോ അതോ 3 പേരാണോ അത്രയും പേരെ ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവർക്കുള്ള പരിക്ക് വലിയ ഗുരുതര പരിക്കല്ല എന്നും മന്ത്രി വി എൻ വാസവൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞത്. ഓർത്തോപീഡിക് സർജറി വിഭാഗം നേരത്തെ അവിടെ പ്രവർത്തിച്ചിരുന്നു. ശുചിമുറി ആ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് 2 പേർ വന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ രോഗികളുടെ കൂട്ടിരിപ്പുകാരോ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവാം. കാര്യം അത്രയും അധികം ആളുകൾ വരുന്നൊരു മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അതുകൊണ്ടാവാം ആ 2 പേർ അവിടെ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദത്തോടു കൂടി കെട്ടിടം ഇടിഞ്ഞു വീഴുകയാണെന്നാണ് അനിൽകുമാർ ആ ദൃക്സാക്ഷി നമ്മളോട് നേരത്തെ പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും അവിടെ പരിശോധന അവിടെ തുടരുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങൾ, പ്രേക്ഷകർ കാണുന്ന ലൈവ് ദൃശ്യങ്ങളാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇവരൊക്കെ ഫയർഫോഴ്സ് അടക്കമുള്ള ആൾക്കാരെത്തി അത് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ രോഗികളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആ കെട്ടിലൊക്കെ രോഗികളുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ബിൽഡിംഗ് ആണ്. അതാണ് ഒരുപക്ഷെ ഇതിൻ്റെ ആശങ്ക, ഇതിൻ്റെ ഒഴിഞ്ഞുപോയ ദുരന്തം എത്രത്തോളം വലിയ ദുരന്തമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ രോഗികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാളൊഴിഞ്ഞ കെട്ടിടമല്ല. അതിനുശേഷം രോഗികളെ ഒഴിപ്പിച്ചതാണെന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും അവിടെ ഇനി കഴിയുക സുരക്ഷിതമേ അല്ല. കാര്യം അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കെട്ടിടം കമ്പ് 3 നില താഴേക്ക് പതിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടെ രോഗികളെയോ കൂട്ടിരിപ്പുകാരെ ഒക്കെ നിർത്തുന്നത് ഒട്ടുമേ സുരക്ഷിതമല്ല. അതുകൊണ്ട് അവിടെ നിന്ന് രോഗികളെ ഒഴിപ്പിക്കുകയാണ്. നേരത്തെ ആരോഗ്യമന്ത്രി നമ്മളോട് സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. ഈ ബിൽഡിങ്ങിനോട് ഭാഗമല്ലായിരുന്നു, വേറെ പിന്നിലുള്ള കൺസ്ട്രക്ഷനാണ്. അതായത് ഈ പണ്ടൊക്കെ അങ്ങനെയല്ലേ കൺസ്ട്രക്ഷൻ, പല ഫണ്ടിൽ നിന്ന് പല നിർമ്മാണങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു നിർമ്മാണമായിരുന്നു എന്നാണ്. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്. അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ്, അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ടോബി ജോൺസണാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചാൽ. ടോബി, നമ്മൾ അതിനോട് ചേർന്ന ഒരു വിഷ്വൽ ഇപ്പം കണ്ടിരുന്നു. അത് രോഗികൾ ഒഴിഞ്ഞ, അതേസമയം അല്പസമയം മുമ്പ് രോഗികൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന അവരുടെ എന്താണ് കുടിവെള്ള കുപ്പിയും ഒക്കെ ഇരിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൊളിഞ്ഞ കെട്ടിടത്തോട് ചേർന്നുള്ള വാർഡ് തന്നെയാണ്. അവിടെ നേരത്തെ രോഗികൾ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇങ്ങനെ കമ്പ് 3 നിലയാണെന്ന് തോന്നുന്നു ടോബി, അല്ലേ? അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ഒരു കാര്യം ഉറപ്പായും നിസ്സംശയം പറയാം, ടോബി, ഉണ്ടായത് ഒരു അപകടമാണെങ്കിൽ ഒഴിവായി പോയത് ഒരു മഹാദുരന്തമാണ്. അത് മഹാഭാഗ്യവുമാണ്. ടോബി, അശ്മി, തീർച്ചയായിട്ടും ഞാൻ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. കാരണം ഇതിന്റെ തൊട്ടടുത്തുള്ള ബാത്റൂം ബിൽഡിംഗ് ആണ് ഇടിഞ്ഞു വീണത്. ഈ ബിൽഡിങ്ങും സമാനമായ രീതിയിൽ കാലപ്പഴക്കം ചെന്നതിന്റെ എല്ലാ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഇടിഞ്ഞു പോയിട്ടുണ്ട്, ഈ സിമെന്റ് തേച്ച വശങ്ങൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്, ഈ പഴയ കമ്പികൾ നമുക്ക് കാണാം, കോൺക്രീറ്റ് ഇടിഞ്ഞു പോയി കാണാം. ഇവിടെ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. നിരവധി ആളുകൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും. കെട്ടിടം ഒട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ഈ ഓർത്തോപീഡിക്സിന്റെ വിഭാഗം അവിടെ കിടത്തി ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഹാഷ്മി. ഇവിടുത്തെ ബെഡുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട, നേരത്തെ നമ്മളോട് ആദ്യം സംസാരിച്ച അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് അതിനു മുമ്പ് ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത്? ഇല്ല, ഞങ്ങൾ താഴെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ട് ഞങ്ങൾ ഇതിന്റെ പെയിന്റിംഗ് വർക്ക്, മെയിൻ്റനൻസിന്റെ പെയിന്റിംഗ് വർക്കിനൊക്കെ എപ്പോഴും ഉള്ള ആളാണ്. ഞങ്ങൾ ഇതിനകത്ത് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടലും പാറ്റലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഒന്ന് അടച്ചിട്ട് പോകുന്നു. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ പിന്നെയും തുടർന്ന് പ്രവർത്തിക്കും. കാരണം അതുപോലെ രോഗികളല്ലേ ഇതിനകത്ത് കിടക്കുന്നത്. നമുക്ക് ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ അറിയാലോ, മൊത്തം പൊട്ടിപ്പൊളിച്ച് കമ്പിയെല്ലാം തെളിഞ്ഞിരിക്കുന്ന ഇതിനകത്ത് ഇത്തരം രോഗികളെ കിടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധക്കോടുകൊണ്ട് പറ്റുന്നതല്ലേ.
എന്തായാലും വലിയൊരു അപകടം വഴിമാറി എന്ന് പറയാം. നമുക്ക് ഒരു ദൃശ്യം കൂടി കാണാം ഹാഷ്മി. നമ്മൾ നേരത്തെ നമ്മളോട് ആദ്യം സംസാരിച്ച അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഈ ഒരു വശത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ ഒരു വലിയ തൂൺ ഇടിഞ്ഞു വീണപ്പോൾ ഇതിലെയാണ് ആദ്യമേ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആ ഭിത്തി പൊളിച്ച് അപ്പുറത്തേക്ക് ആളുകൾ കയറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ കൃത്യമായി അതിന്റെ ആ ഒരു വശം കാണാൻ സാധിക്കുക. ബാത്റൂമിന്റെ വശം ഇളകി മാറി നിൽക്കുന്നത്, ആ ബാത്റൂം കെട്ടിടം, ആ സ്ട്രക്ചർ ഇളകി മാറിയത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കാലപ്പഴക്കം, അത് രണ്ടാമത്തേത് ഈ കാലാവസ്ഥ, ഇത് രണ്ടുമാണ് ഇവിടെ തിരിച്ചടിയായത്. പക്ഷേ ഈ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങിൽ എന്തിന് ചികിത്സ നടത്തി തുടർന്നു പോയി? പുതിയ കെട്ടിടം പണിതിട്ടുണ്ട്, എത്രയും വേഗം അവിടേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊരു ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു മാസം കഴിഞ്ഞ് ഉദ്ഘാടനം എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ അത് എത്രത്തോളം അത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശത്തും ബിൽഡിങ്ങുകളാണ്, കെട്ടിടങ്ങളാണ്. അവിടേക്ക് വന്ന് കയറാൻ ഇപ്പോൾ ഒരു എമർജൻസി വന്നു, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലും ആംബുലൻസിനോ അല്ലെങ്കിൽ മറ്റേ ഫയർഫോഴ്സിനോ ഒക്കെ വന്ന് കയറാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല. വാഹനം കയറത്തില്ല, കാരണം 4 വശത്തും ഇങ്ങനെ ചുറ്റും കെട്ടിടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഫയർഫോഴ്സിനും അതുപോലെ തന്നെ പോലീസിനും എല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് കയറി എത്തണമെങ്കിൽ നടന്ന് തന്നെ അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ നടന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടേക്ക് കയറേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു ആശങ്കയുണ്ടാക്കി. എന്തായാലും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും.